നമുക്ക് ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? പക്ഷെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കും, അയ്യോ പൈസ വേണം, പൈസ ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഇപ്പൊ തുടങ്ങണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ആലോചിക്കും, ഒരു ഐഡിയ വേണമല്ലോ. ഓരോ ഐഡിയ മനസ്സിലേക്ക് വരുമ്പോൾ ആലോചിക്കും, ഈ ഐഡിയ വേറെ ആരോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാൻ ചെയ്യുമ്പോഴത്തേനും അത് ശരിയാവോ? അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ഒത്തിരി ബിസിനസ്സുകളുണ്ടല്ലോ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പലരും ഇതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് പോകാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലേ? എന്നാൽ ഈ കാരണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പുതിയ പുതിയ ബിസിനസ്സുകൾ വരുന്നില്ലേ? ആളുകൾ വിജയിക്കണില്ലേ? ഉണ്ടല്ലോ. നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കിക്കേ, എന്തോരം പുതിയ ബിസിനസ്സുകൾ ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം സക്സസ്ഫുൾ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും a lot of new things are coming up, right? ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ എനിക്കെന്താ ഈ സാധനം തലയിൽ കത്താത്തത്, ഇത് ഞാനും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കും ഇത് ഇങ്ങനെ തന്നെ ആലോചിക്കാമായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ? അപ്പോൾ അത്തരത്തിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഇടക്കാലത്ത് ഞാൻ വായിച്ചറിഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള US-ൽ ഇപ്പോൾ വളരെ പോപ്പുലറായി നിൽക്കുന്ന ഒരു ബിസിനസ് സംരംഭത്തെ കുറിച്ചാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചതിന് പിന്നിൽ വേറെയും ഒരു കാരണമുണ്ട്. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇന്ത്യക്കാരനായ അഭി രമേശ് എന്ന് പറയുന്നത് ഒരുപാട് പ്രായമുള്ള ഒരു വയസ്സനാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, 30 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യൻ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. 2018 ആള് ഇതിന്റെ ഒരു പടിയിലേക്ക് ഇറങ്ങിയത്. അതിനു മുമ്പും പലതരത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആള് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവത്തിലേക്ക് ഏതാണ്ട് 2018 എത്തിപ്പെട്ടു. ഇപ്പോ അതിന്റെ ഒരു വാല്യുവേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ $1 ബില്യൺ മുകളിലാണ് ഈ എൻറ്റയർ കമ്പനിയുടെ വാല്യുവേഷൻ നിൽക്കുന്നത്. അപ്പോ അങ്ങനെയൊക്കെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതെന്ത് ബിസിനസ്സാണ്? ആ ബിസിനസിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആ ബിസിനസിന്റെ പേരാണ് മിസ്ഫിറ്റ്. കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു മിസ്സിങ് എന്നാണ് ആലോചിച്ചത്. മിസ്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ബിസിനസ് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കറക്റ്റ് പേരാണ്. ഇതിലപ്പുറം ബെസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് പേരിടാൻ പറ്റുക ഒരു ബിസിനസ്സിനത്? നമ്മൾ പലപ്പോഴും സ്റ്റോറുകളിലൊക്കെ പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കില്ലേ? പച്ചക്കറി മേടിക്കുന്ന സമയത്ത് അതിനെടുത്ത് ആദ്യം കയ്യിൽ നോക്കും, അവിടെ എവിടെയെങ്കിലും ചതവുണ്ടോ ചുളിവുണ്ടോ, ഇതൊന്നും ഇല്ലാത്ത കാണാൻ നല്ല സുന്ദര കുട്ടപ്പനായിരിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് പലപ്പോഴും നമുക്ക് വാങ്ങാനായിട്ട് ഇഷ്ടം, റൈറ്റ്? എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഇതായിട്ട് ചതഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചില പച്ചക്കറിയിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറുത്ത പാടുകളൊക്കെ അവിടെ എവിടെയായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ സ്കിന്നിലുള്ള പ്രോബ്ലം ആയിരിക്കും. എന്നാലും നമുക്കൊരു അതെടുക്കാനൊരു മടി തോന്നിയിട്ട് നമ്മൾ ചിലപ്പോൾ സ്റ്റോറിൽ അത് വെച്ചിട്ട് പോകാറുണ്ട്. പക്ഷെ നമ്മളോടൊക്കെ അമ്മമാര് പറയാറുണ്ട്, അങ്ങനെയല്ല ശരിക്കും പച്ചക്കറിയെ നോക്കേണ്ടത്. പച്ചക്കറി നോക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഭംഗി എന്നുള്ളതല്ല, വേറെയും ഒരുപാട് ആസ്പെക്ട്സ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത്. നമ്മളൊക്കെ എന്താ ചെയ്യുക, ഈ പറയുന്ന പച്ചക്കറിയുടെ സൗന്ദര്യത്തിന് പല രീതിയിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ എപ്പോഴെങ്കിലും ഓർഗാനിക് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഓർഗാനിക് വെജിറ്റബിൾസ് കണ്ടാൽ നമ്മൾ ചിലപ്പോൾ വാങ്ങുകയില്ല. അത് എല്ലാം ഈ പറയുന്ന പോലെ ഒടിഞ്ഞും വളഞ്ഞും ഒക്കെയാണ് ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ പലപ്പോഴും ഇരിക്കുക. കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഇത് ശരിക്കുള്ള പച്ചക്കറി അല്ലല്ലോ, ഇതിനെന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന്. ശരിക്കും അതാണ് ശരിക്കുള്ള പച്ചക്കറി. മറ്റതൊക്കെ ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള കെമിക്കൽ വളങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് ആ ഒരു സുന്ദര കുട്ടപ്പന്റെ രൂപത്തിൽ ഉണ്ടാവുക. ബട്ട് നമുക്കത് തിരിയുകയില്ല. എനിഹൗ, നമ്മൾ വീട്ടിൽ പച്ചക്കറി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കടകളിലൊക്കെ നിന്ന് വാങ്ങുന്നത് പോലെ അത്ര സൗന്ദര്യമൊന്നും ആ പച്ചക്കറിക്ക് ഉണ്ടാവില്ല, ബട്ട് നല്ല ഗുണം ഉണ്ടാവും, റൈറ്റ്? അത് അമ്മമാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. സോ ബാക്ക് ടു ദ സ്റ്റോറി. നമ്മുടെ ഈ പയ്യൻ എന്താ ചെയ്തതെന്നറിയോ? ഒരു പ്രാവശ്യം ഒരു ഈ പറയുന്നത് നിങ്ങൾക്കറിയാം, US-ലൊക്കെ ഒത്തിരി ഫാംസും കാര്യങ്ങളും ഉള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ഫാമിലേക്ക് ഗേൾ ഫ്രണ്ടിന്റെ കൂടെ എങ്ങാണ്ട് പോയതാണ്. അപ്പോൾ അവിടെ പുള്ളിയുടെ കണ്ണിൽ പെട്ട ഒരു കാര്യം, ആ ഒറ്റ ഇത് മാത്രമാണ് പുള്ളിയുടെ ആ ഒരു ഇങ്ങനെ സ്പാർക്ക് ചെയ്ത മൊമെന്റ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പല സമയത്തിലൂടെ ഈ സാധനം സ്പാർക്കായി വന്നു. അതിൽ ഒരു മൊമെന്റ് ഇതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അവിടുത്തെ ഈ ആപ്പിൾ തോട്ടത്തിനകത്ത് കുറേ ആപ്പിൾ മരത്തുമ്പോൾ നിൽക്കുന്നു, നല്ല ഭംഗിയുണ്ട്. കുറേ എണ്ണം താഴെ വീണ് കിടക്കുന്നുണ്ട്. ഈ താഴെ വീണ് കിടക്കുന്നതിനകത്ത് തന്നെ പല പരുവത്തിലുള്ള സാധനങ്ങളുണ്ട്. ആൾ ചോദിച്ചത്, എന്താ ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ തറയിൽ ഇങ്ങനെ വീണ് കിടക്കണം? അപ്പോൾ അതിലെ കർഷകൻ പുള്ളിക്ക് മറുപടി കൊടുത്തു, ഇതിനകത്ത് നമ്മൾ എപ്പോഴും ആപ്പിൾ കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഗ്രേഡ് ആപ്പിൾ ഉണ്ട്, സെക്കൻഡ് ഗ്രേഡ് ഉണ്ട്, തേർഡ് ഗ്രേഡ് ഉണ്ട്. ഈ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് കാണാൻ നല്ല സൗന്ദര്യമുള്ള, നല്ല മുഴുത്തിരിക്കുന്ന, കളറിലൊക്കെ നല്ല പെർഫെക്ഷനുള്ള തരത്തിലുള്ള ആപ്പിളിനെയാണ് ഫസ്റ്റ് ഗ്രേഡ് ആപ്പിൾ എന്ന് പറയുന്നത്. അത് സ്റ്റോറുകളിൽ ഇത് ചെയ്യാനായിട്ട് ആൾക്കാർ കൊണ്ടുപോകും. പക്ഷേ സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് എന്ന് പറയുന്നത് വിറ്റുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്.
അത് കുറേ നാൾ ഞങ്ങളുടെ തന്നെ വെയർ ഹൗസ് പോലുള്ള ഫ്രീസിങ് ഏരിയാസിലും ഒക്കെ ഇരിക്കും. ചിലപ്പോൾ നെയ്ബേഴ്സ് ഒക്കെ മേടിക്കും. ചിലരെന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ചില സാധനങ്ങൾ പോവും, ചിലത് വളമായിട്ട് തന്നെ പോവും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് മനുഷ്യരിലേക്ക് എത്തുക അപൂർവമാണ്. അപ്പം പുള്ളി ഇങ്ങനെ ചിന്തിച്ചു, അതെന്താ അങ്ങനെ, ഇതിനൊന്നും വലിയ കേടുപാടൊന്നും ഇല്ലേ, നല്ല സാധനമാണ്, ചെറിയ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. ബട്ട് അതുകൊണ്ട് മാത്രം ഈ പറയുന്ന നല്ല ഇതായിട്ടുള്ള, അതും ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മളെ പാടെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. സോ അവിടെ ഒരു മാർക്കറ്റ് ഇല്ലേ എന്ന് പുള്ളി ചിന്തിച്ചു. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഗ്രേഡ് സാധനങ്ങൾ സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ എത്ര വിലയാണോ കൊടുക്കുന്നത്, അതിൽ നിന്നും ഏകദേശം 40% വിലക്കുറവിൽ നമുക്ക് ഈ പറയുന്ന സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഗ്രേഡ് എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോഴത്തെ ബിഗ് ക്വസ്റ്റൻ എന്താണ്, ഇത് ആളുകൾ വാങ്ങിക്കുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓർഗാനിക് പ്രൊഡ്യൂസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, പിന്നെ ഇത് മനസ്സിലാക്കുന്നവർക്ക് അറിയാം സൗന്ദര്യമല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ വേറൊന്ന് വില, ഇത്രയും ഒരു വിലക്കുറവ് വരുമ്പോഴത്തേന് നമ്മൾ എപ്പോഴും ചിന്തിക്കും പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ളത്. ബട്ട് പ്രീമിയം ആയിട്ടുള്ള സാധനത്തിന് അപ്പുറമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ ആ ഒരു വിലയിൽ മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, റൈറ്റ്? അത് പുള്ളിക്ക് മനസ്സിലായി, അത് കത്തി, റൈറ്റ്? അവിടെ നിന്ന് ഹി സ്റ്റാർട്ടഡ് സംതിങ് വിച്ച് വാസ് കോൾഡ് മിസ്ഫിറ്റ്. ഇനി നിങ്ങൾ പറ, പേര് ആപ്റ്റ് അല്ലേ മിസ്ഫിറ്റ് എന്നുള്ള പേര്? അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് $1 ബില്യൺ ബിസിനസ് ആയിരുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. സ്റ്റാർട്ടിങ്ങിൽ ഹി ഹാഡ് ഹിസ് ഓൺ ഇഷ്യൂസ്, ട്രബിൾസ് ഒരുപാട് ഫേസ് ചെയ്തു. അങ്ങനെ ഓരോരോ ചാലഞ്ചസിലൂടെ കടന്നുപോയി ഇപ്പം ഇത്രയുമാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരുടെ ഒരു കണക്കിൽ പറയുന്നുണ്ട് 2020 എന്ന് പറയുന്ന വർഷത്തിൽ 77 മില്യൺ പൗണ്ട് ഓക്കെ ഓഫ് സ്റ്റഫാണ് ഇവർ ഏകദേശം 400,000 ഹൗസ് ഹോൾഡ്സിലൂടെ US-ൽ കടന്നു പോയിട്ടുള്ളത്. ഈ 77 മില്യൺ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പൗണ്ട് എത്രയാണെന്ന് അറിയോ നമുക്ക്? ഒരു പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.45 കിലോഗ്രാം ആണ്. ഇനി നിങ്ങളൊന്ന് മെന്റലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത്ര കിലോ സാധനമാണെന്നുള്ളത്. ഓക്കെ, അത്ര കിലോ സാധനം ഇവരുടെ ആ കമ്പനിയിലൂടെ പ്രോസസ്സ് ചെയ്യപ്പെട്ട് പോയി എന്നുള്ളതാണ്. ഇനി വേറൊന്ന്, ഈ മിസ്ഫിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതൊട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഈ പറയുന്ന പോലെ എവിടെ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങിക്കുന്നു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 50 പൈസേൻ്റെ കവർ എന്ന് പറയുന്ന സംഭവമില്ലേ, അതിനകത്ത് പോലെ ഇടുന്നു, എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് പ്രൊഫഷണലി സെറ്റ്. Come on, I want you to search in Google. Fine, ഗൂഗിളിൽ പോയാൽ മിസ്ഫിറ്റ് മാർക്കറ്റ് എന്ന് നിങ്ങളിന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അവരുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അവരെക്കുറിച്ച് ടോപ്പായിട്ടുള്ള പല ന്യൂസ് ഏജൻസികളും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. That will give you an idea. And I also want you to understand about ഈ അഭി രമേശ് എന്ന് പറയുന്ന പയ്യൻ്റെ ഹിസ്റ്ററി. ഓക്കെ, കുട്ടിക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് US-ൽ പോയി സെറ്റിൽ ചെയ്ത ഫാമിലിയാണ് അവരുടേത്. ആ പയ്യൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, കുട്ടിക്കാലത്ത് തന്നെ ഈ ആമസോണിൻ്റെ മാർക്കറ്റ് പ്ലേസ് അല്ലേ, അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ പലപ്പോഴും സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കുറേ ബുക്സ് വാങ്ങിക്കും, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ. ഇത് ഒരു വർഷം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പുസ്തകത്തിനൊക്കെ കഥ എന്താ, ചിലതൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ആക്രിക്കാർക്ക് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറയുന്ന ആക്രിക്കടയിൽ കൊടുത്ത് ഉപേക്ഷിക്കാറുണ്ട്. ചിലരെന്ന് പറയുന്നത് സെക്കൻഡ് സെയിൽ മാർക്കറ്റിൽ കൊടുത്ത് അങ്ങനെ അതങ്ങ് കളയാറുണ്ട്. ചിലർ പൈസയൊന്നും വേണ്ട പോട്ടെ എന്ന് വിചാരിക്കട്ടെ. ചിലർ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ, ഞാനത് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് വെക്കാറുണ്ട്. ചിലർ ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. സംഹൗ പുള്ളി എന്താ ചെയ്യുന്നത് അറിയാം, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ, ഒരു $20 തരാം, സാധനങ്ങൾ തന്നേരെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് വാങ്ങിയിട്ട് ആമസോൺ മാർക്കറ്റ് പ്ലേസിൽ ഈ സോൾഡ് ഇറ്റ് ഫോർ ലൈക്ക് ഒരു 2-3 മടങ്ങ് പ്രോഫിറ്റ് ഇട്ടിട്ട് വിറ്റു. അപ്പം ആ ഒരു സെക്കൻഡ് ബുക്ക്, ആ രീതിയിലുള്ള ഒരു സെയിൽ, കയ്യിൽ നിന്ന് വലിയ ഒരു നഷ്ടവും ഇല്ല, ചെറിയ തുകയ്ക്ക് വാങ്ങിക്കുന്നു, വലിയ തുകയ്ക്ക് വിൽക്കുന്നു, ആ രീതിയിലുള്ള ബിസിനസ് കുട്ടിക്കാലത്തെ ചെയ്തിരുന്നു. ദീസ് ആർ ഓൾ ലൈക്ക് ഐഡിയാസ് അല്ലേ. നമ്മുടെ ഉള്ളിലൊരു ബിസിനസ് ചെയ്യാനുള്ളൊരു സ്പാർക്ക് ഉണ്ടെന്നുണ്ട് എങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് ബി ലേറ്റ്, സ്റ്റാർട്ട് അപ്പ് സംതിങ്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നതിന് ശേഷമേ തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാലത്തും തുടങ്ങാൻ പറ്റില്ല. പിന്നെ പുള്ളിയുടെ കഥയിൽ നിന്ന് ഒരു കാര്യം കൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഈ മിസ്ഫിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം തുടങ്ങിയ ആദ്യത്തെ കമ്പനിയല്ല. ആ കമ്പനി എന്നിട്ട് അതായത് തുടങ്ങിയ ആദ്യത്തെ കമ്പനി തന്നെ എക്സ്ട്രീംലി സക്സസ്ഫുൾ, നത്തിങ് ലൈക്ക് ദാറ്റ്. ഇതിന് മുമ്പ് 2-3 കമ്പനി തുടങ്ങിയിട്ടുണ്ട്, പല ഏരിയയിലായിട്ട്, ജോണറിലായിട്ട്. ഫൈൻ, അതിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ എവറി ടൈം ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. നമ്മൾ തുടങ്ങുന്ന ആദ്യത്തെ ബിസിനസ് എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശ് ചിലപ്പം പോവും, പക്ഷെ അതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളുണ്ടല്ലോ, അതൊരു 1-1.5 പാഠമായിരിക്കും കേട്ടോ. അവിടെ നിന്നായിരിക്കും നമ്മൾ ചിലപ്പം അടുത്ത ഇതിലേക്ക് നമ്മൾ ലേൺ ചെയ്ത് മുമ്പോട്ട് പോവുക. സോ മനസ്സിൽ നമ്മൾ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, പ്ലീസ് കീപ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ. കണ്ണും കാതും തുറന്നിരിക്കട്ടെ.
അതെന്താ തുറന്നല്ലേ ഇരിക്കുന്നത്, എല്ലാവരും കണ്ണു തുറന്നിട്ടല്ലേ നടക്കുന്നത്, എന്താണ് വിചാരിക്കണത്? അങ്ങനെ തുറന്ന് നടന്നാൽ മാത്രം പോരാ, മറ്റുള്ളവർ കാണാത്ത കാഴ്ചകൾ കൂടി നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റണം. അതിന് ഉൾക്കാഴ്ച വേണം നമുക്ക്. ഫൈൻ. മറ്റുള്ളവർ കേൾക്കാത്ത കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പോകണം. നന്നായി വായിക്കണം, മറ്റുള്ളവരോട് സംസാരിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. അറിവുള്ളവർ സംസാരിക്കുമ്പോൾ ഇരുന്ന് കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്, ബട്ട് ദാറ്റ് വിൽ ബി എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ഫോർ us. ചെയ്യണം കേട്ടോ. നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ ഡാം ഷുവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പലരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓൺടർപ്രണേഴ്സ് ആയിട്ട് മാറും എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ മനസ്സിൽ ആഗ്രഹം മാത്രം കൊണ്ട് നടന്നാൽ പോരാ. എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതിനനുസരിച്ച് പഠിക്കണം, വായിക്കണം, മനസ്സിലാക്കണം, അങ്ങ് വളരണം. ഇതുപോലെ എത്ര കഥകളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ ഒരുപക്ഷെ മിസ്ഫിറ്റിന്റെ കാര്യം എനിക്ക് തോന്നുന്നില്ല, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു 90% പേരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. എന്നാലും നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് സക്സസ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേനും നമുക്കൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ള ബ്രാൻഡുകളാണ് നമ്മുടെ ശ്രദ്ധയിൽ വരിക. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുക. ബട്ട് അതല്ലാതെ തന്നെ there are so many things, there are so many new era things. ഓക്കെ, ഈ മിസ്ഫിറ്റിനെ കുറിച്ച് ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, ഇനിയും ഉണ്ട്. അവരുടെ ഓൺലൈൻ പ്രസൻസ്, സോ മെനി തിങ്സ് ഐ വോണ്ട് യു ടു റീഡ്. കാരണം പ്രോജക്ട് ബി സ്കൂൾ എന്താണ്, ഞാൻ മാത്രം ഇരുന്ന് ഇങ്ങനെ കഥ പറയണതല്ല, നിങ്ങൾക്കും ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇന്നത്തെ അസൈൻമെന്റ് ഇതാണ്. ഐ വോണ്ട് യു ടു സെർച്ച് മോർ അബൌട്ട് ദിസ്, അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഇറ്റ്. ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേറെ ആരെങ്കിലും ഇമാതിരി പരിപാടി ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ, അതിന്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി നോക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, goodbye.